ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് സെക്ഷനിലെ ഒരു ടോപ്പിക്കാണ്. നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഓപ്പൺ ആക്കാം. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാണാൻ പറ്റായകയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ഇപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ. വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു വസ്തു അതിന്റെ പ്രതലത്തിൽ തട്ടിയിട്ട് ലൈറ്റ് റേ തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുള്ളൂ? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിററിന്റെ സർഫസ് എന്ന് വിചാരിക്കും. ഈ മിററിന്റെ സർഫസിലേക്ക് എയറിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്ന് വീഴാണ്. എയറിൽ നിന്ന് ലൈറ്റ് റേ വന്ന് വീണോ തിരിച്ചത് എവിടേക്ക് തന്നെ പോയി? എയറിലേക്ക് തന്നെ പോയി. ഇവിടെ മീഡിയം ഏത് മാത്രമേ വന്നിട്ടുള്ളൂ? എയർ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ വായു മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പ്രതിഫലനങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന, ഒരേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കേസിൽ മാത്രമേ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുള്ളൂ. മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ പേര് റിഫ്ലക്ഷൻ എന്നല്ല, റിഫ്രാക്ഷൻ. അത് മറ്റൊരു ഫിനോമിനാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ മീഡിയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം. ഓക്കെ. ഇനി ഒരു സുതാര്യ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന രശ്മികൾ നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ആ വസ്തു ദൃശ്യമാകുന്നത്. ഇപ്പൊ ഇവിടെ എയറിൽ നിന്ന് ഒരു വസ്തുവില്, അതെ, ഇവിടെ ഒബ്ജക്റ്റിൽ വന്ന് ലൈറ്റ് റേ വന്ന് തട്ടി, എന്നിട്ട് അത് എവിടെ എത്തണം? ഇവിടെ നമ്മുടെ കണ്ണാണെന്ന് വിചാരിക്കട്ടോ. ഇത് കണ്ണാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ണിലേക്ക് വന്ന് എത്തിയാൽ മാത്രമാണ് ഇത് നമ്മുടെ കണ്ണിൽ അത് കാഴ്ചയായിട്ട് വരുള്ളൂ. അപ്പൊ സുതാര്യ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ നിന്ന് റിഫ്ലക്ഷൻ കഴിഞ്ഞെത്തുന്ന രശ്മികൾ, ആ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് ആ വസ്തു നമുക്ക് കാഴ്ചയായിട്ട് ഭവിക്കുന്നത്, നമുക്ക് ദൃശ്യമാകുന്നത് അപ്പോൾ മാത്രമാണ്. ഇനി ഒരു പ്രതലത്തില് വന്നു പതിക്കുന്ന കിരണങ്ങളെയാണ് നമ്മൾ പതന കിരണങ്ങൾ എന്ന് വിളിക്കുന്നത്. പതന കിരണങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ. അപ്പോൾ വന്നു പതിക്കുന്ന കിരണങ്ങളെ പതന കിരണങ്ങൾ, ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. അതുപോലെ അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തു പോകുന്ന റേസിനെ നമ്മൾ എന്ത് പേരിട്ടായിരിക്കും വിളിക്കുക? പ്രതിപതന കിരണങ്ങൾ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേസ് എന്ന് വിളിക്കും. നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് വരുന്നുണ്ട്, അപ്പൊ അതൊന്നുകൂടി ക്ലിയർ ആവട്ടെ. സിനിമ തിയേറ്ററിലേക്ക്, സിനിമ ഹാളിലേക്ക് സിനിമ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പ്രതിപതനം, റിഫ്ലക്ഷൻ. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പതിക്കുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം. ഇതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ, ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് നേരെ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ റിഫ്ലക്ട് ചെയ്തു വരും, പ്രതിപദിച്ചു വരും. ഇതിലൊക്കെ നടക്കുന്നത് ക്രമപ്രതിപതനമാണ്. അതേസമയം മിനുസമില്ലാത്ത പ്രതലത്തില് പ്രകാശം വന്ന് പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കും. സപ്പോസ് നമ്മൾ എടുക്കുന്ന നമ്മുടെ സർഫസ് ഭയങ്കര റഫാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ റഫായിട്ടിരിക്കുന്ന സർഫസ് ആണെങ്കിൽ ലൈറ്റ് റേ വന്ന് ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പല ഡയറക്ഷനിൽ, അടുത്ത ലൈറ്റ് റേ ചിലപ്പോൾ വേറെ ആംഗിളിൽ വേറെ സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്തു പോവുക. ഇങ്ങനെ ഇറഗുലർ ആയിട്ട് നടക്കുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ക്രമരഹിത പ്രതിപതനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രതിപതനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്രമപ്രതിപതനവും ക്രമരഹിത പ്രതിപതനവും അല്ലെങ്കിൽ വിസരിത പ്രതിപതനവും. രണ്ടും രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രതിപതനത്തെ കുറിച്ച് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ദർപ്പണത്തിലേക്ക് കിടക്കാം.
പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന ഒരു പ്രതലത്തിനെയാണ് നമ്മൾ ദർപ്പണം എന്ന് വിളിക്കുക. മിറർ, കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെ സമതല ദർപ്പണങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻ മിറർ എന്ന് വിളിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്താ? മിററിന്റെ സർഫസ് പ്ലെയിൻ ആയിരിക്കും. അങ്ങനെ വളവോ തിരിവോ ഒടിവോ കുഴിയോ അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടായിരിക്കും. നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് അല്ലെങ്കിൽ മിററുകളെയാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ സമതല ദർപ്പണങ്ങൾ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? മുഖം നോക്കാനായിട്ട് ഉപയോഗിക്കും, കാലിഡോസ്കോപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കും, പെരിസ്കോപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കും. എന്താണ് കാലിഡോസ്കോപ്പ്? കാലിഡോസ്കോപ്പ് എന്താണെന്ന് അറിയാമോ? ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ട്രയാങ്കിൾ ഷേപ്പില് നമ്മളിങ്ങനെ ഈ ഒരു ആകൃതിയിൽ 3 മിറേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെക്കും. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് ഇമേജസ് ഇങ്ങനെ കൂടിച്ചേർന്ന് പല വെറൈറ്റി ഓഫ് പാറ്റേൺസ് ഉണ്ടാവുന്നതായിട്ട് നമുക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഈ ഒരു സാധനത്തിനെയാണ് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ കാലിഡോസ്കോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് മിറർ ഉപയോഗിക്കുക? പ്ലെയിൻ മിറർ ആണ് അല്ലെങ്കിൽ സമതല ദർപ്പണമാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി മറ്റൊരു സാധനം ഇവിടെ പറയുന്നുണ്ട്, പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് നമ്മൾ അങ്ങനെ നോർമലി കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. പെരിസ്കോപ്പ് എന്ന് പറയുന്നത് ഈ അന്തർവാഹിനികളൊക്കെ ഉണ്ടല്ലോ, ആണവ അന്തർവാഹിനികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, കടലിനടിയിൽ കൂടെ പോകുന്ന സബ്മറൈൻസിൽ നിന്ന് പുറത്തേക്ക് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതിങ്ങനെ ഒരു പൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് വരാം. ഓക്കെ, ഇപ്പൊ 2 പൈപ്പുകൾ, ഇവിടെ ഒരു വെന്റ്, ഇവിടെ ഒരു വെന്റ്. അപ്പൊ ഇതാണ് സബ്മറൈന്റെ പുറം ഭാഗം എന്ന് വിചാരിക്കും. സബ്മറൈന്റെ ഉള്ളിലുള്ള ആൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പുറമേയുള്ള വ്യൂ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഇൻസൈഡ് വ്യൂ. ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് പുറമേ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രിയിൽ ഇവിടെ ഒരു മിറർ വയ്ക്കും, ഒരു 45 ഡിഗ്രിയിൽ ഇവിടെയും ഒരു മിറർ വയ്ക്കും. അപ്പൊ ഇവിടെ നിന്നുള്ള ഈ പ്രകാശം ഇവിടെ നിന്ന് നേരെ ഈ ലൈറ്റ് ഇവിടെയുള്ള മിററിൽ വന്ന് തട്ടും. അവിടെ നിന്ന് അത് പ്രതിപദിച്ച് നേരെ ഇവിടെ വന്ന് തട്ടും, ഇവിടെയുള്ള മിററിൽ വന്ന് തട്ടും. അവിടെ നിന്ന് അത് പ്രതിപദിച്ച് നേരെ ഇവിടെ നിൽക്കുന്ന ആളുടെ കണ്ണിലേക്ക് അത് കാഴ്ചയായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പെരിസ്കോപ്പ് നിർമ്മിക്കാനും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? സമതല ദർപ്പണമാണ് ഉപയോഗിക്കുക. ഇത് സാധാരണ സബ്മറൈൻസിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗം കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്ന സമതല ദർപ്പണത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഇനി നമുക്ക് ഈ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ലോസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ നിയമങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിന്റെ ആവശ്യമില്ല. ഈ പിക്ചർ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് ഒരു പ്ലെയിൻ മിററിന്റെ സർഫസ് എന്ന് കരുതും. ഈ സർഫസിലേക്ക് ഒരു ലൈറ്റ് റേ അല്ലെങ്കിൽ പ്രകാശരശ്മി വന്ന് പതിക്കുകയാണ്. ഇങ്ങനെ പതിക്കുന്ന ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്താ പേര് പറഞ്ഞേ? പതനകിരണം എന്ന് വിളിച്ചു. ഇതിവിടെ വന്ന് തട്ടി ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തു പോയി. ഇതിനെ റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്ന് നമ്മൾ വിളിക്കും. ഇനി ഈ സർഫസിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, ലംബം വരയ്ക്കുകയാണ് കേട്ടോ. ഈ ലംബത്തിനെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ലംബം എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഒരു റെഡ് കളർ ലൈനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ നോർമൽ, ഈ ലംബവും പ്രതിപതന കിരണവും തമ്മിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ആ കോണിനെ എന്ത് പേരായിരിക്കും വിളിക്കുക? പതനകോൺ എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ പതനകിരണം. പതനകിരണവും ഇവിടെ കാണുന്ന നോർമലും തമ്മിലുള്ള, ലംബവും തമ്മിലുള്ള കോണളവിനെ വിളിക്കുന്ന പേരാണ് പതനകോൺ. അതേപോലെ തന്നെ ഇവിടേക്ക് തന്നെ നോക്കാം, ലംബവും ഇവിടെ നിന്ന് പ്രതിപദിച്ചു പോയ പ്രതിപതന കിരണവും തമ്മിലുള്ള ഈ കോണളവിനെ വിളിക്കുന്ന പേരാണ് പ്രതിപതന കോൺ. അപ്പൊ നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനത്തിന്റെ കേസുകൾ പഠിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഒബ്സർവേഷൻ ആണ് പ്രതിപതന കോണും പതന കോണും തുല്യമാവും. ഓക്കെ, പ്രതിപതന കോണും പതന കോണും തുല്യമായിട്ട് വരും. അതുപോലെ
ഇവിടെ വന്നിരിക്കുന്ന പതനകിരണവും ഇവിടെ നിന്ന് പോകുന്ന പ്രതിപതന കിരണവും ഈ വരച്ചിരിക്കുന്ന ലംബവും എല്ലാം ഈ പ്ലെയിൻ മിററിന്റെ സർഫസിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിത് വരയ്ക്കാനായിട്ട് വേറൊരു മീഡിയത്തിന്റെ അല്ലെങ്കിൽ വേറൊരു പേപ്പറിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഒരു സിംഗിൾ പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ പതനരശ്മി അറിയപ്പെടുന്ന പേരാണ് പതനകിരണം. അപ്പൊ ഇതാണ് പ്രകാശം വന്ന് പതിക്കുന്നത്. അപ്പൊ ഈ പ്രകാശരശ്മിനെ പറയുന്ന പേരാണ് പതനകിരണം. ഒരു ദർപ്പണത്തിൽ പ്രകാശം പ്രതിപതിക്കുമ്പോൾ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിനെ പറയുന്ന പേരാണ് പ്രതിപതന കിരണം. ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പ്രതിപതന കിരണം. ഇനി അടുത്തെന്താ പറഞ്ഞേക്കണേ? ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ വരയ്ക്കുന്ന രേഖയാണ് ലംബം. അല്ലേ, ഈ റെഡ് കളറിൽ വന്നിരിക്കുന്നതാണ് ലംബം. ഇനി എന്താണ് ഇൻസിഡന്റ് ആംഗിൾ എന്നാണ് അടുത്ത് പറയുന്നത്. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അതുപോലെ തന്നെ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇനി കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രതിപതനം സംഭവിച്ച രശ്മികൾ, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള റേസ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് സമതല ദർപ്പണത്തിന്റെ മിനുസമായ പ്രതലത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ മാത്രമല്ല വക്രതല ഷേപ്പുകളുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മിററുകളും ഉണ്ട്. അവിടെയും എന്ത് തന്നെ കാണാം, നമുക്ക് ഇതുപോലെ തന്നെ പ്രതിബിംബങ്ങൾ കാണാം. അപ്പൊ നമ്മള് ഇവിടെ ലോസ് നിയമങ്ങളായിട്ട് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നോക്കി, പതനരശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേ, പ്രതിപതന രശ്മി എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ. പതന ബിന്ദുവിൽ പ്രതിപതന തലത്തിൽ വരയ്ക്കുന്ന ലംബം, അപ്പോൾ ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടി വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു സിംഗിൾ പ്ലെയിനിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഇൻ ദി സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിലായിരിക്കും പ്രതിപതന രശ്മിയും പതനരശ്മിയും ലംബവും. ഇനി അടുത്ത നിയമം എന്താണ് കിടക്കണേ നോക്കിയേ. പ്രതിപതന കോണും പതന കോണും തുല്യമായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ റിഫ്ലക്ഷന്റെ ഒരു പ്രത്യേകതയാണ് പതന കോണും പ്രതിപതന കോണും രണ്ടും തുല്യമായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ എക്സാമുകൾക്ക് നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടോ അല്ലെങ്കിൽ അതല്ലാതെയോ ലംബവും പതനരശ്മിയും തമ്മിലുള്ള കോണളവ് 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണളവ് എത്രയായിരിക്കും എന്നുള്ള രീതിയിൽ ചോദ്യം വരും. അപ്പൊ അവിടെ പതന കോണിന് ഓൾറെഡി തന്നിട്ടുണ്ട് 40 ഡിഗ്രിന്ന്. അപ്പൊ പ്രതിപതന കോൺ എത്രയായിരിക്കും എന്ന് കണ്ടെത്തണം. പ്രതിപതന കോൺ അപ്പൊ എത്രയായിരിക്കും? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ചോദ്യം ഒന്നുകൂടി പറയാണ്. പതന കോൺ 40 ഡിഗ്രിയാണ് എങ്കിൽ പ്രതിപതന കോണളവ് എത്രയായിരിക്കും? പതന കോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി. ഒരാളുടെ ഉത്തരം വന്നു, ബാക്കി ഉത്തരങ്ങൾ വന്നില്ല. 2 3 ഏകദേശം ധാരണയായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വരയ്ക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളോടൊരു ചോദ്യം ചോദിച്ചേക്കാണ്. ഇതാണ് നമ്മുടെ പതന കോൺ. ഈ മാർക്ക് ചെയ്യുന്നതാണ് പതന കോൺ. ഇവിടെ നിന്ന് പോയിരിക്കുന്ന പ്രതിപതന കോണളവ് ഇതാണ്. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പതന കോണും നമ്മുടെ പ്ലെയിൻ മിററും അല്ലെങ്കിൽ നമ്മുടെ ദർപ്പണവും തമ്മിലുള്ള കോണളവ് തന്നിട്ടുണ്ട്. ആ അളവ് 40 ഡിഗ്രിയാണ്. ഈ കോണളവാണ് കേട്ടോ പറയണത്. ഈ കോണളവ് 40 ഡിഗ്രിയാണ് എങ്കിൽ പതന കോണും അതുപോലെ തന്നെ പ്രതിപതന കോണളവും എത്ര?
ഈ ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രിന്ന്. ചോദിച്ചിരിക്കുന്നത് ഇതെത്ര, ഇതെത്ര കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നിങ്ങൾക്ക് ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 50, 40. ഒരാളുടെ ഉത്തരം വന്നു. ഫിഫ്റ്റി വന്നു. 50. ഓക്കെ, 5-6 പേരുടെ ഉത്തരം വന്നിട്ടുണ്ട്. വാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാ ചെയ്യാം? നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ? ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു ലംബമാണെന്ന് നമുക്കറിയാം അല്ലെ. ഈ വരച്ചിരിക്കുന്നത് ഒരു ലംബമാണ്. ലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോണളവ് എത്രയാ? ഈ ടോട്ടൽ കോണളവ് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയില് ഇത്രയും പോർഷൻ 40 ആണ്. ബാക്കി എത്രയായിരിക്കും? 90 - 40. അപ്പൊ എത്ര കിട്ടും? 50 ഡിഗ്രിന്ന് കിട്ടും. അപ്പൊ നമ്മുടെ പതന കോൺ I = 50 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നിരിക്കുന്ന ഈ R, കോണളവ് R എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതും 50 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് ഇത് രണ്ടുമാ ചോദിച്ചേട്ടാ. പതന കോണും പ്രതിപതന കോണും രണ്ടും എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇപ്പുറത്തെ വാല്യൂ ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. ഡയറക്റ്റ് അല്ലാതെ ഒന്ന് മറിച്ച് ചോദിക്കാനും ചാൻസ് ഉണ്ട്. നേരെ പ്രതിപതന നിയമങ്ങൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അടുത്ത പറയാലോ. ക്ലിയർ അല്ലേ ഇത്? സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത പറയാണ് കേട്ടോ. ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുന്നതും പ്രതിബിംബത്തിന്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നേരിട്ട് അളക്കാൻ കഴിയുന്നതുമായ പ്രതിബിംബങ്ങളെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് വിളിക്കാം. അപ്പൊ സമതല ദർപ്പണത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? അത് റിയൽ ഇമേജ് ആണോ, അതായത് യഥാർത്ഥ പ്രതിബിംബമാണോ, അതോ മിഥ്യയായിരിക്കുമോ? സമതല ദർപ്പണം നമുക്ക് അതിനെ ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അതിന്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നമുക്ക് തന്നെ നേരിട്ട് അളക്കാൻ പറ്റുമോ നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്, അല്ലെങ്കിൽ യഥാർത്ഥമായ പ്രതിബിംബമാണ്. സമതല ദർപ്പണത്തിന്റെ അതിലുണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയാണ്, നിവർന്നതാണ്, വസ്തുവിന്റെ അതേ വലുപ്പത്തിലാണ്. അപ്പൊ ഇവിടെ തന്നെ ഉത്തരം പറഞ്ഞു അല്ലെ, മിഥ്യയാണെന്ന്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കും. മിററിന്റെ ഫ്രണ്ടില് ഇമേജ് ഫോം ചെയ്താലാണ് നമുക്കതിനെ റിയൽ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. മിററിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നതോ മിററിന്റെ പിന്നിൽ ഫോം ചെയ്യുന്ന ഇമേജസോ റിയൽ അല്ല, അവരെ നമ്മൾ വെർച്വൽ അല്ലെങ്കിൽ മിഥ്യ എന്നാണ് പറയാം. ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നവരെയാണ് സാധാരണഗതിയിൽ റിയൽ ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവാം മിക്കവാറും. അപ്പൊ നമുക്ക് ഈ ഉണ്ടായ ഇമേജിലേക്ക് ദൂരം എത്രയുണ്ടെന്ന് അളക്കാനും ഇവിടുത്തെ ഹൈറ്റ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മിററിന്റെ ഫ്രണ്ടിൽ ഇത് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടികളിലൊക്കെ നമ്മൾ ഇമേജ് കാണുന്നത് എവിടെയാണ്? മിററിന്റെ ഉള്ളിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മിററിലേക്കുള്ള അല്ലെങ്കിൽ ഇമേജിലേക്കുള്ള ദൂരം എത്ര അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി വരും. ഓക്കെ, അപ്പോ ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയാണ്, നിവർന്നതാണ്. നിവർന്നതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ?
നിവർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇറക്റ്റ് എന്നാണ് പറയാ. നിവർന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഇപ്പൊ ഇതാണ് മുഖം നോക്കുന്ന ആള് വിചാരിക്കും. ഇയാള് കണ്ണടയില് ഇമേജ് മുഖം നോക്കുകയാണ്. ഇതാണ് ഇയാളുടെ കണ്ണട കേട്ടോ. കണ്ണടയുടെ ബാക്ക് സൈഡ് ആണ് ഇങ്ങനെ വരയായിട്ട് നമ്മൾ കാണിക്കുക, റഫ് സർഫസ്. ഇതാണ് പ്ലെയിൻ സർഫസ്, ഫ്രണ്ടിൽ കാണുന്നതാണ് പ്ലെയിൻ സർഫസ്. ഓക്കെ, കണ്ണടയില് ഇയാൾ കാണുന്ന ഇമേജ് ആണ് ഞാൻ ഇപ്പുറത്ത് വരയ്ക്കണേ. അത് ഇയാളെ പോലെ തന്നെ തല മുകളിലും കാല് താഴെയുമായിട്ടാണെങ്കിൽ നമ്മൾ ഇതിനെ നിവർന്നത് എന്ന് വിളിക്കും. എന്നാൽ ചില മിററുകളില് തല കീഴ്പോട്ടായിട്ട് കാണാം. ഇങ്ങനെയും ചില ഇമേജസ് കിട്ടാറുണ്ട്. ഇങ്ങനെ കാണുന്ന ഇമേജസിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് അല്ലെങ്കിൽ തല കീഴായത് എന്നുള്ള അർത്ഥത്തില് ഇൻവേർട്ടഡ് എന്ന് വിളിക്കും. ഇവരെയാണ് ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്നത് എന്ന് വിളിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോക്കുന്ന ആളുടെ അതേപോലെ തന്നെയാണ് അപ്പുറത്തെ ഇമേജ് കിട്ടണമെങ്കിൽ അത് ഇറക്റ്റ് ആണ്. തല കുത്തിയാണ് കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ ഇൻവേർട്ടഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ദർപ്പണാണ്? പ്ലെയിൻ ദർപ്പണാണ്. അപ്പൊ അവിടെ ഇമേജ് നമുക്ക് എപ്പോഴും എന്താ കിട്ടാറുള്ളൂ? ഇറക്റ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ മുഖം നോക്കുമ്പോൾ തല കുത്തി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ലല്ലോ. ഇനി വസ്തുവും ദർപ്പണം തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും ഇവിടെ തുല്യമാണ്. ഇനി പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. ഇപ്പൊ എന്താണ് ഈ പാർശ്വിക വിപര്യം? നമുക്കറിയണം. ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ്. പാർശ്വിക വിപര്യം. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് റൈറ്റ് ഹാൻഡ് എടുത്ത് എന്തെങ്കിലും ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന ഇമേജിൽ അത് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് കാണാം അല്ലെ? ആ ഒരു ലാറ്ററൽ അല്ലെങ്കിൽ നമ്മളെ ഡയറക്ഷൻസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ആ പ്രതിഭാസത്തിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങള് ഇപ്പൊ നമ്മൾ ഇടതുവശത്തെ എന്തെങ്കിലും ആണ് നോക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ കണ്ണാടിയിൽ അത് എവിടെയായിരിക്കും കാണാം? റൈറ്റ് സൈഡിലായിരിക്കും കാണാം. ആ ഒരു ഒപ്പോസിഷനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ഡെഫിനേഷൻ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസത്തിന്റെ പേരാണ് പാർശ്വിക വിപര്യം. ഇപ്പൊ അതിന് എക്സാമ്പിൾ നോക്കിയേ. നമ്മള് ആംബുലൻസിന്റെ മുന്നിൽ കൂടെ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ അവരുടെ ഫ്രണ്ടിലുള്ള റെയർ വ്യൂ മിററിലൂടെ നോക്കുകയാണെന്ന് വിചാരിക്കും. ആ റെയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്നുള്ളത് തല തിരിഞ്ഞ് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസിന്റെ മേളിൽ എഴുതുന്ന പേര് എന്ത് എഴുതണം? തിരിച്ചെഴുതണം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ആംബുലൻസ് എന്നുള്ളത് ആംബുലൻസിന്റെ വണ്ടികളുടെ ഫ്രണ്ടിൽ എഴുതുമ്പോൾ തിരിച്ച് മിറർ ഇമേജ് പോലെ തിരിച്ചെഴുതി വെക്കുന്നത്. ഓക്കെ, ഇനി പുസ്തകം കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കാൻ നോക്കുകയാണെങ്കിൽ വായിക്കാൻ പറ്റും? ഇല്ല, കാരണം എന്താ? അക്ഷരങ്ങളൊക്കെ റിവേഴ്സ് ചെയ്തിരിക്കുന്നുണ്ടാവും. അതിനും കാരണം എന്ത് തന്നെയായിരിക്കും? പാർശ്വിക വിപര്യമായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് പാർശ്വിക വിപര്യം? അത് സാധാരണ രീതിയിൽ നമ്മൾ പ്ലെയിൻ മിററുകളിൽ കാണാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എന്താണ് റിയൽ ഇമേജ്? നമ്മൾ പറഞ്ഞു നമുക്ക് ചുമരിലോ സ്ക്രീനിലോ ഒക്കെ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളെയാണ് നമ്മൾ റിയൽ എന്ന് വിളിച്ചത്. അങ്ങനെ പതിപ്പിക്കാൻ കഴിയാത്തത്, ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയാത്തതും പ്രതിബിംബത്തിന്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നേരിട്ട് അളക്കാൻ കഴിയാത്തതും എന്നാൽ ദർപ്പണത്തിന്റെ ഉള്ളിൽ കാണുന്നതുമായ പ്രതിബിംബങ്ങളെയാണ് നമ്മൾ മിഥ്യാ പ്രതിബിംബങ്ങൾ, വെർച്വൽ ഇമേജസ് എന്ന് വിളിക്കുക. അപ്പൊ എപ്പോഴും വെർച്വൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? കണ്ണാടിയുടെ ഉള്ളിലായിരിക്കും ഫോം ചെയ്യുക, പുറത്തല്ല ഫോം ചെയ്യുക. ഓക്കെ, റിയൽ ഇമേജസ് മാത്രമാണ് കണ്ണാടിയുടെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി സാധാരണ രീതിയിൽ സൂത്ര കണ്ണാടി, ട്രിക്ക് മിറർ ഒക്കെ ആയി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ ദർപ്പണങ്ങളാണ്. അതിങ്ങനെ ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ദർപ്പണങ്ങളാണ് മിറർ ട്രിക്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഒരേ ഇമേജ് തന്നെ ഒരു ക്യാൻഡിൽ തന്നെയാണ്. ആ ക്യാൻഡിൽ ഇൻവേർട്ടഡ് ആയിട്ട് വലിപ്പം കൂട്ടിയും അതേ സൈസിലും ഒക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അതിന് കാരണമാകുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന മിറർ സ്ഫെറിക്കൽ മിറർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ സ്ഫെറിക്കൽ മിറർ എന്നൊരു ഇതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്.
അതിനു മുമ്പ് ഇപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന 4 പേജ് ഒന്നൊന്ന് വായിച്ചു നോക്കി. ഇതിലേതെങ്കിലും പോർഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. 2 മിനിറ്റ് സമയമുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ. നമുക്ക് അടുത്തത് പറയാനുള്ളത് ഗോളീയ ദർപ്പണങ്ങളെ കുറിച്ചാണ്. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ മിറർ. അപ്പൊ പ്രതിപതന തലം ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് സാധാരണഗതിയിൽ 2 തരത്തിലാണ് കാണുക: കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. ഓക്കെ, ഈ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും സ്മൂത്ത് സർഫസ്, ഇവിടെയാണ് റിഫ്ലക്ഷൻ വരിക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, റഫ് ആക്കി വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള സർഫസുകളെയാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സർഫസിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ സർക്കിളിന്റെ പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ടോ, ഇതിപ്പോ ഒരു ഫുൾ സർക്കിളിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ ഒരു പൂർണ്ണ വൃത്തത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാവുന്ന അങ്ങനത്തെ മിററുകളെയാണ് നമ്മൾ എന്ത് മിററായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഗോളീയ ദർപ്പണങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ കോൺകേവ്, കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ എന്നാണല്ലോ അർത്ഥം, കറക്റ്റ് അല്ലേ? ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസുകളുള്ള മിററുകളെയാണ് നമ്മൾ കോൺകേവ് മിററുകൾ എന്ന് വിളിക്കുക. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും, പുറം ഭാഗം റഫായിരിക്കും, ഉൾഭാഗം സ്മൂത്ത് ആയിരിക്കും. ക്ലിയർ ആണോ എന്താണ് കോൺകേവ് ദർപ്പണം എന്നുള്ളത്?
ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് നോക്കാം. പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഇവയിൽ യഥാർത്ഥ പ്രതിബിംബം സാധ്യമാണ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എടുത്തിരിക്കുന്ന മിററിന്റെ, ഇപ്പൊ ഇതാണ് മിററിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ പോയി പതിച്ച് നമുക്ക് ഇമേജ് എവിടെ കിട്ടും? ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ മിററിന്റെ ഉള്ളിലല്ല ഇമേജ് കിട്ടുക, മിററിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. മിററിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇമേജിലേക്കുള്ള ദൂരം വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഈ നമുക്ക് കിട്ടിയ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന ഇമേജുകളെല്ലാം യഥാർത്ഥ പ്രതിബിംബങ്ങളാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? നിവർന്നതും വലുതുമായ പ്രതിബിംബങ്ങളാണ് കിട്ടുക. ഇപ്പൊ നമ്മൾ 5 സെന്റിമീറ്റർ നീളമുള്ള ഒബ്ജക്റ്റ് ആണ് വെച്ചെന്നുണ്ടെങ്കിൽ 5 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഉള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിവർന്നതാണ് എന്ന് പറഞ്ഞാൽ തല നേരെ തന്നെ നിൽക്കും. വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിലും സൈസ് കൂട്ടിയായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. ചില ബാർബർ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മിററുകളിൽ നമ്മുടെ മുഖത്തുള്ള, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഓരോ കുറവുകളും കൃത്യമായിട്ട് എടുത്തു കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ്? അവരുപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം ആയതുകൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മുടെ മുഖം കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റും. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കോൺകേവ് ദർപ്പണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തത് കോൺവെക്സ് ദർപ്പണങ്ങൾ. എന്താണ് കോൺവെക്സ് ദർപ്പണം എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കുക. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നത് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. ഇവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞേക്ക് നോക്കൂ. ചെറുതും മിഥ്യയും നിവർന്നതും കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്നതുമായ പ്രതിബിംബങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് കോൺവെക്സ് ദർപ്പണം നോക്കാം. നമ്മൾ കോൺകേവ് പറഞ്ഞപ്പോ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞു അല്ലെ? ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് പുറത്തേക്കാണ്. പുറത്തെ സർഫസ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ലൈറ്റ് റേ എവിടെ വന്നായിരിക്കും പതിക്കുക? ഇവിടെ വന്നായിരിക്കും പതിക്കുക. ഇതിന്റെ ഉൾഭാഗം റഫ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, നമ്മൾ റിഫ്ലക്ടർ ഒക്കെ ആയിട്ട് റോഡ് സൈഡുകളിൽ കാണാറുള്ള മിററുകൾ. ഓക്കെ, അപ്പൊ ഇത് പുറത്തേക്ക് ഉന്തി നിൽക്കുകയാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? ഇതാണ് ഇതിന്റെ ഫോക്കസ് എന്ന് വിചാരിക്കുക, മുഖ്യ ഫോക്കസ്. ഇതാണ് ഇതിന്റെ പോൾ എന്ന് വിചാരിക്കുക. ലൈൻ കുറച്ച് താഴേക്ക് വരയ്ക്കണമായിരുന്നു. ഓക്കെ, എന്നാലും ഡിസ്റ്റൻസ് നോക്കൂ. ഇതിന്റെ ഇടയിലായിട്ടാണ് ഇമേജ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റ് ഒരു 10 സെന്റിമീറ്റർ വലിപ്പമുള്ളതാന്ന് വിചാരിക്കുന്നു. 10 സെന്റിമീറ്ററിനേക്കാളും കുറവുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നോക്കൂ, ചെറുതാണ്, മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജ് എവിടെയാ വരാ? മിററിന്റെ ഉള്ളിലാണ് വരാ. ഓക്കെ, നമുക്ക് ഇതുപോലെ പുറത്തല്ല അത് കിട്ടുക. എവിടെ കിട്ടുക? മിററിന്റെ ഉള്ളിലാണ് കിട്ടുക. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താ പറഞ്ഞേ? കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഒബ്ജക്റ്റിന് ചുറ്റും എന്തൊക്കെയുണ്ടോ? ഇപ്പൊ ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, ഇതിൽ കൂടെ ഒരു പൂച്ച നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഏരിയ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ മിററിന്റെ ഉള്ളിൽ ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫീൽഡ് ഏരിയ ഒരുപാട് വലുതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ഓക്കെ, അപ്പൊ കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്ന ഏതൊക്കെ സന്ദർഭങ്ങൾ വരുന്ന അവിടെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ കോൺവെക്സ് ദർപ്പണത്തിന്റെയും അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണത്തിന്റെയും പൊതുവായ 1-2 ഉപയോഗങ്ങൾ നോക്കാം. നമ്മൾ കേട്ടു പരിചയമുള്ള ഉപയോഗങ്ങൾ തന്നെയാണ്. കോൺവെക്സ് ദർപ്പണങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാം. നോക്കൂ, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി, റിയർ വ്യൂ മിററായി, സൺഗ്ലാസുകൾ നിർമ്മിക്കാനായിട്ടാണ് ഉപയോഗിക്കുക.
ഈ റിയർ വ്യൂ മിററുകൾ നമ്മൾ വണ്ടികളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഓൾറെഡി പറഞ്ഞു കോൺവെക്സ് ദർപ്പണത്തിന് ഫീൽഡ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിലുള്ള എല്ലാ സാധനങ്ങളെയും എവിടേക്ക് കാണിക്കും? നമ്മുടെ മിററിൽ കാണിക്കും. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കും. ഈ മിററിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പിന്നിലുള്ള വണ്ടിയും തൊട്ടടുത്തുള്ള വണ്ടിയും മീഡിയം സൈസിലുള്ള വണ്ടിയും ചുറ്റുമുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് എവിടെ കാണാം? നമ്മുടെ മിററിൽ ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സൺഗ്ലാസുകൾ നിർമ്മിക്കാനായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്? കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതാണ് കോൺകേവ് ദർപ്പണങ്ങൾ. ടോർച്ചിലെ റിഫ്ലക്ടർ, ഷേവിംഗ് മിറർ, സോളാർ കുക്കർ, സിനിമ പ്രൊജക്ടർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ്, കാറിലെ ഹെഡ്ലൈറ്റ്, ഇതിലൊക്കെ കോൺകേവ് മിററുകളാണ് ഉപയോഗിക്കുക. നിങ്ങൾ ഹെഡ്ലൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോർച്ചിലെ ലൈറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് ബൾബ് വെച്ചിട്ടുണ്ടാവുക അല്ലെ? ബൾബിന് ചുറ്റും ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളൊരു റിഫ്ലക്റ്റീവ് സർഫസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഓരോ പ്രതലത്തിലും ഇങ്ങനെ തട്ടി 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 ഇവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാക്സിമം റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി സിനിമ പ്രൊജക്ടറുകളിൽ അതുപോലെ തന്നെ മേക്കപ്പ് മിററൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷേവിംഗ് മിററും മേക്കപ്പ് മിററൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരുന്നു? കുറച്ചുകൂടി വലുതാക്കി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഏത് തരാം? കോൺകേവ് മിറർ തരാം. അപ്പോൾ കുറച്ചുകൂടി വലുതാക്കി നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജസ് ഒക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോൺകേവ് മിററുകൾ ഉപയോഗിക്കുന്നത്. ഇനി വാഹനങ്ങളിൽ റെയർ വ്യൂ മിററായി കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അതുകൊണ്ടാണ് അവരെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിനെയാണ് വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിററിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടു ദ മാക്സിമം എന്തോരം കാണാൻ പറ്റും, എത്ര ഏരിയ കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? വീക്ഷണ വിസ്തൃതിയായിട്ട് ഉപയോഗിക്കുന്നത്. അത് എന്തിനു കൂടുതലാണ്? നമ്മളിപ്പോ പറഞ്ഞ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് കോൺകേവ് മിറർ, എന്താണ് കോൺവെക്സ് മിറർ, എന്തൊക്കെയാണ് അവയുടെ ഉപയോഗങ്ങൾ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ദർപ്പണവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, പ്രധാനപ്പെട്ട കുറച്ച് ടേമുകളാണ്. അതിലേക്ക് കിടക്കാലോ അല്ലെ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണം. ഓക്കെയാണ്, ശരി, കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഈ മിററുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് പഠിക്കാനുണ്ട്. സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോള്, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ആ ടേംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു മിറർ കൺസിഡർ ചെയ്യാണ്. ഞാനിപ്പോ കോൺകേവ് മിറർ ആണ് വരയ്ക്കണേ. ഓക്കെ. ഇതാണ് എന്റെ കോൺകേവ് മിറർ എന്ന് കരുതൂ. ഈ മിറർ ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സർക്കിളിന്റെ പാർട്ടായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ. ഇതൊരു വലിയ സർക്കിളിന്റെ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ ഒരു പോർഷനാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ മധ്യബിന്ദുവിനെ അല്ലെങ്കിൽ സെന്റർ പോയിന്റിനെ ഞാൻ മാർക്ക് ചെയ്തിരിക്കും. അപ്പൊ ഇതാണ് ഈ ഇതിന്റെ സെന്റർ. ഓക്കെ. ഈ സെന്റർ പോയിന്റിനെയാണ് വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മിറർ ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ മധ്യബിന്ദുവിനെയാണ്, അല്ലെങ്കിൽ ആ ഗോളത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്.
ക്ലിയർ ആണോ പറഞ്ഞത്? വക്രതാ കേന്ദ്രം നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ മിറർ അത് ഏത് സ്ഫിയറിന്റെ ഭാഗമാണ് നോക്കാം. ആ സ്ഫിയറിന്റെ സെൻട്രൽ പോയിന്റിനെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കൂ. ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിട്ടായിരിക്കും കടന്നു പോകുക. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണിത്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് എപ്പോഴും പറഞ്ഞത്. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. ക്ലിയർ ആണോ? ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന, വക്രതാ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെന്ററിൽ നിന്ന്, സാധാരണ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റേഡിയസ്, ആരം എന്ന് വിളിക്കാം അല്ലെ, ആരം. അപ്പോ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മുടെ മിററിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണത്തിന്റെ വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് പറയട്ടെ. നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു വരയും അതിന് ലംബമായിട്ടായിരിക്കും വന്ന് പതിക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ അതിന്റെ സെൻട്രൽ പോയിന്റ് ഉണ്ടല്ലോ നമ്മളിപ്പോ കണ്ട വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു വര, ആ വരയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ ആരം, ദർപ്പണത്തിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അടുത്തതിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഈ ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പോൾ എന്താന്ന് അറിയണം അല്ലെ. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ മിററിന്റെ ഓൾമോസ്റ്റ് ഒരു മിഡിൽ പോർഷൻ നോക്കിയിട്ട് കൺസിഡർ ചെയ്യാം. നോക്കാം, ഇതാണ് പോളായിട്ട് വരാം. ഓക്കെ, ഓൾമോസ്റ്റ് മിഡിൽ ആയിട്ടായിരിക്കും പോൾ എപ്പോഴും മാർക്ക് ചെയ്യാൻ നമ്മൾ. അപ്പൊ ഈ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേസ് എല്ലാം സാധാരണഗതിയിൽ കോൺകേവ് മിററിന്റെ കേസിൽ പ്രത്യേകിച്ച് ഒരു പോയിന്റിലേക്ക് വന്ന് ഫോക്കസ് ചെയ്യപ്പെടും. ഇതിനെയാണ് മുഖ്യ ഫോക്കസ് എഫ് എന്ന് നമ്മൾ പറയാം. അപ്പൊ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കസ് ദൂരം. ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സിമ്പിള് സ്മോൾ ലെറ്റർ എഫ് ആണ്. ഫോക്കസിനെ മാർക്ക് ചെയ്യാൻ എടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആയിരുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള ദൂരം അളക്കാനായിട്ട്, നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയാം. ഇനി ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിനെയാണ് അപ്പർച്ചർ എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്രതിപദിക്കാനായിട്ട് ഇവിടം തുടങ്ങി ഇവിടം വരെ സ്ഥലമുണ്ട് ഇല്ലേ? ഇത്രയും ഭാഗത്തിനെയാണ് അപ്പർച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിനെയാണ് അപ്പർച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, ഇതാണ് പ്രതിപദിക്കുന്ന തലത്തിന്റെ മധ്യബിന്ദു. ആ മധ്യബിന്ദുവിനെയാണ് ഞാൻ പോൾ എന്ന് മാർക്ക് ചെയ്തത്, പോൾ. ഓക്കെ, ഇനി വക്രതാ കേന്ദ്രത്തിനെയും, ഇതാണ് നമ്മുടെ വക്രതാ കേന്ദ്രം എന്ന് വിചാരിക്കുന്നു. വക്രതാ കേന്ദ്രത്തിനെയും പോളിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഈ നേർരേഖേനെയാണ് എന്ത് പേരിട്ട് വിളിക്കുക? മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പോളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ആ ലൈനിനെയാണ്, ആ നേർരേഖേനെയാണ് മുഖ്യ അക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്.
ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിനെ മുഴുവൻ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഈ അപ്പർച്ചറിന്റെ മധ്യഭാഗത്തെ ബിന്ദുവാണ്, അല്ലെങ്കിൽ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഇനി പോളും സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ ടേം. അടുത്ത ടേം പറഞ്ഞോട്ടെ. ഒരെണ്ണം കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് മുഖ്യ ഫോക്കസ് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഞാനത് വരച്ചു കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. മുഖ്യ അക്ഷത്തിന് പാരലായി എന്ന് പറഞ്ഞാൽ സമാന്തരമായി കടന്നു പോകുന്ന ലൈറ്റ് റേസ് നേരെ ഇവിടെ വന്ന് തട്ടും, നമ്മുടെ മിററിൽ വന്ന് തട്ടും. മിററിൽ നിന്ന് അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെയാണ് എപ്പോഴും കടന്നു പോകുക. കണ്ട, അപ്പൊ അങ്ങോട്ട് പോയിട്ട് കടന്നു പോയത് ഒരു പോയിന്റിൽ കൂടെയാണ്. ആ പോയിന്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി മറ്റൊരു പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈറ്റ് റേ, ഇത് റിഫ്ലക്ഷൻ കഴിഞ്ഞാൽ കടന്നു പോകുക ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെയാണ്. കണ്ട, ഇതെല്ലാം കടന്നുപോയ ആ ഒരു പർട്ടിക്കുലർ ബിന്ദുവിനെയാണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. കണ്ട, അപ്പൊ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഇതാണ് ആ ബിന്ദു. ആ ബിന്ദുവിനെയാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നതും. ഇനി ഈ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ദൂരം എന്ന് മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത് ഞാൻ ഒന്നുകൂടി പറയണോ? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. മറന്നുപോയവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള അവസരമാണ് കേട്ടോ. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ടേം നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് നമുക്ക് ഓരോ തരത്തിലും ലൈറ്റ് റേസ് വരുമ്പോൾ അവരെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്, അവർക്ക് കിട്ടുന്ന ഇമേജസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ എല്ലാം ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ആവില്ല. നമുക്ക് പറയാൻ പറ്റുന്നിടത്തോളം പറയാം. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ കുറിച്ചാണ്. അപ്പൊ രണ്ട് ദർപ്പണങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പ്രതിപതന രശ്മിയുടെ പാത എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന രണ്ട് ഇമേജസ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കോൺകേവ് ദർപ്പണം നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺകേവ് ദർപ്പണത്തിന്റെ ഉൾഭാഗത്താണ് ലൈറ്റ് റേ വന്ന് പതിക്കുക. പുറം ഭാഗം എപ്പോഴും റഫായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാണ് പുറം ഭാഗത്ത് ഇങ്ങനെ റഫായിട്ട് വരച്ചു വെക്കുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു ലൈറ്റ് റേ കടന്നു പോകണം. അപ്പൊ ആദ്യം മുഖ്യ അക്ഷം വരയ്ക്കാം. ഇതാണ് മുഖ്യ അക്ഷം. ചെറുതായിട്ടൊന്ന് ലൈൻ വളഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഏകദേശം സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ മുഖ്യ ഫോക്കസിന് സമാന്തരമായിട്ട് ഒരു ലൈറ്റ് റേ വരാണ്. ഇത് ഞാൻ തൊട്ടു മുമ്പ് വരച്ച് കാണിച്ചതാണ്. ഇങ്ങനെ പാരലൽ ആയിട്ട് ലൈറ്റ് റേ വരാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ വന്ന് തട്ടി ഇത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. ഈ കടന്നു പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ എടുക്കുന്നത് ഒരു കോൺവെക്സ് ദർപ്പണമാണെന്ന് വിചാരിക്കുക. കോൺവെക്സിന്റെ ഏത് ഭാഗമാണ് റിഫ്ലക്ട് ചെയ്യുക? പുറത്തുള്ള സർഫസ് ആണ് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഉൾഭാഗമാണ് റഫ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയും
നമ്മള് മുഖ്യ അക്ഷം വരയ്ക്കുകയാണ്. മുഖ്യ അക്ഷത്തിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വരാണ്. മുഖ്യ അക്ഷത്തിന് പാരലൽ ആയിട്ടൊരു ലൈറ്റ് റേ വരുന്നു. ഇത് ഇവിടെ വന്ന് തട്ടി തിരിച്ചു പോണല്ലോ, തിരിച്ചുപോയി. പക്ഷേ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഇമേജ് ഡയറക്റ്റ് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല അല്ലെ. പകരം ഈ ലൈറ്റ് റേനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദുവിൽ വന്ന് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ? ഇതായിരിക്കും ഇവിടെയുള്ള ഫോക്കസ്. കോൺവെക്സ് മിററിന്റെ കോൺവെക്സ്